രാജ്യമെങ്ങും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നമ്മുടെ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നലെ രാത്രിയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ബോംബ് സ്ക്വാഡും ഒക്കെ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. രാജ്യത്തെല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ളൊരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫരീദാബാദിലെ അറസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ടു പിന്നാലെ ദില്ലിയുടെ നഗരഹൃദയത്തിൽ നടന്ന ചെങ്കോട്ടയിൽ സമീപത്ത് നടന്ന സ്ഫോടനം വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിനോജുണ്ട്. സിനോജ്, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും കനത്ത പരിശോധനയാണ്. അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നവരെയൊക്കെ പരിശോധിച്ചാണോ കയറ്റിവിടുന്നത്? അരുകുമാർ, ഇന്നലെ ദില്ലി സ്ഫോടനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, മിഠായി തെരുവ്, കോഴിക്കോട് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് സിറ്റി പോലീസിന്റെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും RPFന്റെ ഡോഗ് സ്ക്വാഡും സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ഓരോ മുക്കും മൂലയും പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. നിർത്തിയിട്ടിരിക്കുന്ന ഓരോ വാഹനങ്ങളും, ചില ബൈക്കുകളൊക്കെ തന്നെ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിട്ടിരുന്നു. അതൊക്കെ തന്നെ പൊന്തിച്ചു നോക്കി എന്തെങ്കിലും തരത്തിൽ സംശയകരമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, കൂടുതൽ പോലീസ് സേനയെ റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുണ്ട്. അതായത് സാധാരണ കുറച്ച് പോലീസുകാർ മാത്രമേ റെയിൽവേയിൽ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇത്തവണ ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ സേനാംഗങ്ങളും റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഏതായാലും ബോംബ് സ്ക്വാഡ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന തുടരുകയാണ്. ഓക്കെ, സിനോജാണ് കോഴിക്കോട് എന്നുള്ള വിവരങ്ങൾ നൽകിയത്.